മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിൽ രാജാവായി എഴുന്നള്ളുമ്പോൾ നടക്കുന്ന സംഭവത്തെ പറ്റിയാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. യേശുവിന്റെ യെരുശലേം പ്രവേശനം ബൈബിളിലെ വളരെ പരിചിതമായ ഒരു സംഭവമാണ്. അവിടുത്തെ ജനങ്ങൾ ഓശാന പാടി ദൈവത്തെ ആരാധിക്കുന്നു. വഴിയിൽ അവരുടേതായ വസ്ത്രങ്ങൾ വിരിച്ച് ദൈവത്തിന്റെ മഹത്വത്തെ അവര് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മരത്തിന്റെ കൊമ്പുകളൊക്കെ മുറിച്ച് വഴിയിലിടുന്നു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു രാജാവായിട്ട് നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണ് ഈ മർക്കോസ് 11-ാം അധ്യായത്തിൽ കാണുന്നത്. പക്ഷെ ഈ മഹത്വമുള്ള ഈ പ്രവേശനത്തിന് മുമ്പ് നടന്ന ചെറിയൊരു സംഭവം പലപ്പോഴും നമ്മൾ വേഗത്തിൽ വായിച്ചു വിടാറേ ഉള്ളൂ. യേശു 2 ശിഷ്യന്മാരെ ഇവിടെ അയക്കുന്നുണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുവാൻ വേണ്ടി. അവിടെ ഇതുവരെയും ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരിക. ആരെങ്കിലും ചോദിച്ചാൽ ഒരു മറുപടി മതി, കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇവിടെയാണ് ഇന്നത്തെ ആത്മീയ മർമ്മം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. യെരുശലേമിലേക്കുള്ള രാജകീയ യാത്രയുടെ തുടക്കം കൊട്ടാരത്തിൽ നിന്നല്ല, സൈനികരിൽ നിന്നല്ല, വലിയ രഥത്തിൽ നിന്നല്ല, കെട്ടിയിരുന്ന ഒരു കഴുതക്കുട്ടിയിൽ നിന്നാണ്. മനുഷ്യർ വലിയ വലിയ സദസ്സുകളും വേദികളും നോക്കുമ്പോൾ ദൈവം പലപ്പോഴും കെട്ടിയിരിക്കുന്ന ചെറിയ പാത്രങ്ങളെയാണ് നോക്കുന്നത്. ആ കഴുതക്കുട്ടിക്ക് സ്വന്തം മഹത്വമൊന്നുമില്ലായിരുന്നു. ആരും അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകണമെന്നുമില്ല. അതൊരു വഴിത്തിരിവിൽ കെട്ടിയിട്ടിരിക്കുന്ന, ഉപയോഗിക്കപ്പെട്ടിട്ടില്ല മുമ്പ്, പരിശീലിക്കപ്പെട്ടിട്ടില്ല മുമ്പ്, രാജാവിനെ വഹിക്കാൻ തയ്യാറാണെന്ന് ആരും വിചാരിക്കാത്ത ഒരു സാധാരണ ജന്തു. പക്ഷെ യേശുക്രിസ്തുവിന്റെ കണ്ണിൽ അതിനൊരു സ്ഥാനമുണ്ടായിരുന്നു. കെട്ടിയിരിക്കുന്നു എന്നതുകൊണ്ട് ഉപയോഗമില്ല എന്നർത്ഥമില്ല. ഇതുവരെയും ആരും കയറിയിട്ടില്ല എന്നതുകൊണ്ട് ദൈവം ഉപയോഗിക്കത്തില്ല എന്നും അർത്ഥമില്ല. ചില മനുഷ്യരുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. കഴിവുണ്ട്, പക്ഷെ കെട്ടിക്കിട്ടിരിക്കുന്ന ഒരവസ്ഥ. ദൈവവിളിയുണ്ട്, പക്ഷെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലാത്ത അവസ്ഥ. ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ സാഹചര്യങ്ങൾ തടഞ്ഞിരിക്കുന്നത് പോലത്തെ അവസ്ഥ. ശുശ്രൂഷയുടെ ഉള്ളിൽ തീയുണ്ട്, പക്ഷെ ഭയം, കുറവ്, പഴയ മുറിവ്, മാനുഷിക അഭിപ്രായങ്ങൾ, കുടുംബഭാരം, സാമ്പത്തിക സമ്മർദ്ദം എന്തെങ്കിലും ഒന്ന് പിടിച്ചു കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് കർത്താവിന്റെ വാക്യതാണ് അതിനെ അഴിച്ചു കൊണ്ടുവരിക. വീണ്ടും ഞാൻ പറയാം, അതിനെ അഴിച്ചു കൊണ്ടുവരിക. ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ആദ്യം അഴിക്കപ്പെടണം. ബന്ധനത്തിൽ കിടക്കുന്ന കഴിവുകൾ അഴിയണം. ഭയത്തിൽ കിടക്കുന്ന വിശ്വാസം അഴിയണം. ലജ്ജയിൽ മറഞ്ഞിരിക്കുന്ന സാക്ഷ്യങ്ങൾ അഴിഞ്ഞു വരണം. പഴയ പരാജയത്തിൽ കുടുങ്ങിയ വിളി അഴിയണം. മനുഷ്യരുടെ വാക്കുകളിൽ കെട്ടിക്കിടക്കുന്ന ധൈര്യം അഴിഞ്ഞു മാറണം. ശ്രദ്ധിക്കണം പ്രിയ മക്കളെ, ശിഷ്യന്മാർ അതിനെ അഴിക്കുമ്പോൾ ചിലർ ചോദിച്ചു, എന്തിനാണ് അഴിക്കുന്നത്? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ അയക്കുമ്പോൾ, ചില ബന്ധനങ്ങൾ അഴിച്ചുവിടുമ്പോൾ, ബന്ധനങ്ങൾ അഴിച്ചുവിടുവാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ഉയർന്നു വരും. ചിലർ ചോദിക്കും, എന്തിനാണ് ഇവനെ, എന്തിനാണ് ഇവളെ, ഇവനിൽ എന്തുണ്ട്, ഇവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷെ ശിഷ്യന്മാർക്ക് വിശദീകരണം വേണ്ടിയിരുന്നില്ല. ഒറ്റ വാക്കു മതി, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അതാണ് ഈ ജീവിതത്തിന്റെ വില മാറ്റുന്ന വാക്ക് എന്ന് പറയുന്നത്. മനുഷ്യർ ഇവനിൽ എന്ത് മൂല്യം എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയും, എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനം മാറും. ആ കഴുതക്കുട്ടി മഹത്വമുള്ളത് സ്വന്തം ശക്തി കൊണ്ടല്ല, അതിനെ മഹത്വമാക്കിയത് അതിന്റെ മേൽ ഇരുന്ന കർത്താവാണ്. അത് യെരുശലേമിൽ കടന്നപ്പോൾ ജനങ്ങൾ കഴുതക്കുട്ടിയെ അല്ല ആരാധിച്ചത്, യേശുവിനെയാണ് മഹത്വപ്പെടുത്തിയത്. പക്ഷെ കർത്താവിനെ വഹിക്കാൻ അതിന് ഭാഗ്യം ലഭിച്ചു. ഇതാണ് ശുശ്രൂഷയുടെ യഥാർത്ഥ അർത്ഥം. നമ്മൾ മഹത്വത്തിനായിട്ടല്ല, കർത്താവിനെ വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ജനങ്ങൾ നമ്മെ കാണാനല്ല, നമ്മിലൂടെ യേശുവിനെ കാണാനാണ്. നമ്മുടെ പേര് ഉയരാൻ വേണ്ടിയല്ല, നമ്മിലൂടെ ക്രിസ്തുവിന്റെ നാമം ഉയരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പലരും ദൈവം ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ കർത്താവിനെ വഹിക്കുന്ന ജീവിതം താഴ്മയുടെ ജീവിതമാണ്. കഴുതക്കുട്ടി മുൻപോട്ട് നടന്നു, പക്ഷെ മഹത്വം അതിൻ്റെതായിരുന്നില്ല. വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു, പക്ഷെ അതിനല്ല, കർത്താവിന് വേണ്ടിയായിരുന്നു. ഒരു ശുശ്രൂഷകനും, ഒരു വിശ്വാസിയും, ഒരു കുടുംബവും, ഒരു ജീവിതവും ഇത് മറക്കും. ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ ആളുകൾ നമ്മെ നോക്കാം, പക്ഷെ നാം വഹിക്കുന്നത് ആരെയാണെന്ന് മറന്നാൽ ശുശ്രൂഷയൊരു അഹങ്കാരമായി മാറും. ആ കഴുതക്കെട്ടി ഇതുവരെ ആരും കയറിയിട്ടില്ലാത്തതായിരുന്നു. ഇതിലും ഒരു മർമ്മമുണ്ട്. പുതിയത്, പരിശീലിക്കാത്തത്, ഉപയോഗിക്കാത്തത് എല്ലാം മനുഷ്യർക്ക് പ്രശ്നമായി തോന്നും. പക്ഷെ യേശുവിന്റെ സാന്നിധ്യം എന്നെ നിയന്ത്രിച്ചു. സാധാരണയായി ആരും കയറിയിട്ടില്ലാത്ത ഒരു ജന്തു അസ്വസ്ഥമാകും. എന്നാൽ യേശു അതിന്മേൽ ഇരുന്നപ്പോൾ അത് സമാധാനത്തോടെ രാജാവിനെ ഒഴിച്ചു കൊണ്ടുപോയി. കർത്താവ് ഇരിക്കുന്ന ജീവിതം നിയന്ത്രിക്കപ്പെടും. കർത്താവ് നയിക്കുന്ന ഹൃദയം സമാധാനത്തോടെ നടക്കും.
നമ്മുടെ സ്വഭാവം അടങ്ങാത്തതാകാം, മനസ്സ് വേഗത്തിൽ കലങ്ങുന്നതൊക്കെ ആകാം, നമുക്ക് കോപം കൂടുതലുണ്ടായിരിക്കാം, ഭയം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, അനുഭവക്കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ കർത്താവ് ജീവിതത്തിന്റെ മുകളിൽ അധിപതിയായി ഇരിക്കുമ്പോൾ അസംസ്കൃതമായ ജീവിതവും അവന്റെ മഹത്വത്തിന്റെ വാഹനമായി മാറുവാൻ ഇടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ നിങ്ങളെ ചെറുതായി കാണുന്നിട്ടുണ്ടാകും. എനിക്ക് എന്ത് കഴിയും എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാകും. ഞാൻ ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നൊരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം. ഞാൻ ഇപ്പോഴും കെട്ടിയിട്ടിരിക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കൊരു പക്ഷേ ഉണ്ടാകാം. പക്ഷെ കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് അവന്റെ ശബ്ദം എത്തും. നിങ്ങളെ അഴിക്കാൻ അവൻ ആളുകളെ അയക്കും. നിങ്ങളുടെ ജീവിതം അവൻ തന്റെ മഹത്വത്തിനായി ഉപയോഗിക്കും. ലോകം നിങ്ങളെ മറന്നാലും കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട്. മനുഷ്യർ നിങ്ങളെ സാധാരണയായി കണ്ടാലും കർത്താവ് നിങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു പാത്രം കാണുന്നുണ്ട്. നിങ്ങളെപ്പോൾ വഴിത്തിരിവിൽ കെട്ടിയിരിക്കാം, പക്ഷെ നിങ്ങളുടെ മേൽ കർത്താവ് ഇരുന്നാൽ നിങ്ങൾ പോകുന്ന വഴി രാജാവിന്റെ വഴിയാകും. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കട്ടെ: കർത്താവെ, എന്നെ കെട്ടിയിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്നെ അഴിക്കണമേ, ഭയത്തിൽ നിന്ന് അഴിക്കണമേ, അഹങ്കാരത്തിൽ നിന്ന് അഴിക്കണമേ, മനുഷ്യരുടെ അഭിപ്രായത്തിന്റെ പിടിയിൽ നിന്ന് എന്നെ അഴിക്കണമേ, നിന്റെ മഹത്വം വഹിക്കുന്ന താഴ്മയുള്ളൊരു പാത്രമാക്കി മാറ്റണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. കെട്ടിയിരിക്കുന്നതും കർത്താവിന് ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് ഇനി ഞാൻ ഉപയോഗമില്ലാത്തവൻ എന്ന ചിന്തയിൽ നിൽക്കാതെ കർത്താവിന്റെ കയ്യിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിക്കാം. അവൻ അഴിച്ചുവിട്ടാൽ, അവൻ ഇരുന്നാൽ, അവൻ നയിച്ചാൽ സാധാരണ ജീവിതം പോലും അവന്റെ മഹത്വത്തിന്റെ യാത്രയിൽ പങ്കാളിയാകും. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിലനിൽക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.